ഫ്ലഷ് ചെയ്തതിന് അപ്പൊ ചോദിച്ചാൽ നമ്മളെന്ന് എന്താ പരിപാടി? അതെ അതെ, ഒരു കൊല്ലത്തിന് മേലെയായി. നമുക്ക് കിട്ടുന്നതിന് മുമ്പും ഒരു 30% കൂളന്റും ബാക്കി മൊത്തം വെള്ളത്തിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മളിന്ന് 3 പേരും കൂടെ ആ പഴയ കൂളന്റ് എല്ലാം ഫ്ലഷ് ചെയ്ത് മൊത്തം വൃത്തിയാക്കി പുതിയ കൂളന്റ് ഒഴിക്കാൻ പോവാണ്. നമുക്ക് നോക്കി നോക്കാം, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, എന്തായാലും രസമായിരിക്കും. അപ്പോൾ നമ്മുടെ എസ്റ്റീമിന്റെ കേസിൽ പുതിയ വണ്ടികൾ വരുന്ന പോലെ ഡ്രെയിൻ പ്ലഗ് ഇല്ല. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴേന്ന് നമ്മൾ ആ ഇതിലേക്ക് പോകുന്ന എഞ്ചിനിലേക്ക് പോകുന്ന ആ ഒരു ഹോസ് തുറന്നു കൊടുക്കണം. അത് തുറക്കുമ്പോഴാണ് നമുക്കിത് ഡ്രെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സംഭവം ഡ്രെയിൻ ചെയ്തേക്കാം. ചെറുതിൽ പോയാലോ അപ്പൊ നമ്മൾ ആദ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഫ്ലഷ് ചെയ്തപ്പോൾ നമുക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഇതിലും കൂടുതൽ വരണ്ടയാണ്. എനിക്ക് തോന്നുന്നത് എഞ്ചിനിൽ തെർമോസ്റ്റാറ്റ് ഓഫ് ആയിരിക്കുന്നതുകൊണ്ട് എഞ്ചിനിൽ കുറച്ച് കൂളന്റ് ഇരിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ അത് ഇപ്പോൾ എന്തായാലും ഇനി ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ചിട്ട് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട്, റേഡിയേറ്റർ ഫ്ലഷ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊഴിച്ച് നമ്മൾ ഇത് മൊത്തം സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെ നമുക്കൊരു 3 വട്ടെങ്കിലും ഫ്ലഷ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് എന്തായാലും തെർമോസ്റ്റാറ്റ് തുറക്കുമ്പോൾ നമുക്ക് അതിനകത്തുള്ള റേഡിയേറ്ററിന്റെ കൂളന്റ് മൊത്തം എടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ തുറന്ന ആ ഹോസ് തിരിച്ചു വെക്കും. വെച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നേരെ റേഡിയേറ്റർ ഫ്ലഷ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് റേഡിയേറ്ററിൽ ഒഴിച്ച് വണ്ടി ഒരു 15 to 20 മിനിറ്റിനടുത്ത് നമ്മൾ ഓടിച്ച് വണ്ടിയുടെ തെർമോസ്റ്റാറ്റൊക്കെ തുറന്ന് മൊത്തം സർക്കുലേറ്റ് ചെയ്യിക്കും. അതിലൂടെ നമുക്ക് ഇതിനകത്തുള്ള അഴുക്കും ആ തുരുമ്പ് പോലത്തെ അതെല്ലാം നമുക്ക് ക്ലീനായി എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും വെള്ളം ഒഴിച്ചിട്ട് ഫ്ലഷ് ചെയ്യാനുള്ള പ്ലാനിലാണ്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇതെല്ലാം അടച്ച് റേഡിയേറ്റർ ഫ്ലഷ് ഒഴിച്ചിട്ട് നമുക്കിത് മൊത്തം ഒന്നും കൂടെ ഫ്ലഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ വട്ടം ഫ്ലഷ് ചെയ്യുമ്പോഴും നമ്മുടെ ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതേപോലത്തെ ഒരു കുഞ്ഞു ഗ്ലാസ്സിനകത്ത് നമ്മൾ അപ്പം ഫ്ലഷ് ചെയ്ത് വെച്ച ആ കൂളന്റ് അല്ലെങ്കിൽ അതിനകത്ത് ഒഴിച്ച ആ സാധനം നമ്മൾ എടുത്തു വെക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലഷ് ചെയ്ത് ആദ്യം ഇതാക്കി നമ്മൾ നടത്താൻ പോകണം കേട്ടോ. അതിന് ഇതാണ് അതിൻ്റെ അവസ്ഥ. നമുക്ക് ഇത് ട്രാൻസ്പെറൻറ്റ് വെള്ളമായി മാറണം. അപ്പം നമുക്ക് എന്തായാലും റേഡിയേറ്റർ ഫ്ലഷിങ്ങിലേക്ക് ഇറങ്ങാം. നമ്മൾ കൂളന്റ് വെറുതെ കളയുന്നില്ല. ഇത് നമുക്ക് മണ്ണിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കൊള്ളില്ല, ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊരു ചെറിയൊരു കന്നാസ് വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിതെല്ലാം മാറ്റാണ് കേട്ടോ. ഏതാണ്ട് ഫസ്റ്റത്തെ ഇതിനകത്ത് നമുക്ക് എത്ര കിട്ടി വെച്ചാൽ എത്ര ml കിട്ടിയിട്ടുണ്ട്? അത് 10 ലിറ്ററിൻ്റെ ക്യാനാണ്. അതിൻ്റെ ഒരു 1/4 ഭാഗം പോലും ആയിട്ടില്ല. അപ്പോൾ ഒരു എത്ര ആയിട്ടുണ്ടാവും? 2 ലിറ്ററൊക്കെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ 4 ലിറ്ററിന് അടുത്താണ് ഇതിനകത്ത് കൂളന്റിന്റെ കപ്പാസിറ്റി വരുന്നത്. ബാക്കിയുള്ളത് അപ്പോൾ എഞ്ചിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. തെർമോസ്റ്റാറ്റ് തുറക്കുമ്പോൾ വരുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും റേഡിയേറ്റർ ഫ്ലഷിങ്ങിലേക്ക് കിടക്കാം. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ കൂടുതൽ വെള്ളം മാത്രം ഒഴിച്ച് കൂളന്റ് ഒഴിക്കാണ്ട് വണ്ടി ഓടിച്ചാൽ പറ്റുന്ന കുഴപ്പം. മൊത്തം തുരുമ്പ് പോലെ ആയിരിക്കുന്ന കണ്ടില്ലേ. ഇതിനിപ്പോൾ ഇതിൻ്റെ എന്താണ് യഥാർത്ഥ കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമ്മുടെ അതെ, ഇതൊക്കെ ഫുള്ളും ആ ഒരു തുരുമ്പിൻ്റെ ഒരു കളറായിട്ടുണ്ട്. അതുപോലെ അതെ നീ നമ്മുടെ റിസർവോയർ ടാങ്ക് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് സൂര്യനിലേക്ക് വെച്ച് കഴിഞ്ഞ അവസ്ഥ. ഇത്രയും ചെളി അഴുക്കുമാണ് അതിനകത്ത് കുടുങ്ങിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കി സംഭവം നമുക്ക് സെറ്റാക്കാം. നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇനി റേഡിയേറ്റർ നിറയ്ക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ
റേഡിയേറ്റർ ഫ്ലഷ് ഇതിലേക്ക് ഒഴിച്ചേക്കാം. എന്താ വെച്ചാ നമ്മുടെ റേഡിയേറ്റർ ഫ്ലഷ് നമ്മൾ പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഏത് ബ്രാൻഡിലാണ് അത് വരുന്നത്? മാക്സോൾ എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ് വരുന്നത്. ഏതാണ്ട് 400 രൂപയ്ക്ക് അടുത്ത്, 400 300 എന്നാ അത്രയും രൂപയ്ക്ക് അടുത്ത് എങ്ങാണ്ട് അതിന് വില വരുന്നുണ്ട്. 510 രൂപ വില വരുന്നുണ്ട്. കൂളന്റിനെക്കാട്ടിലും വിലയാണ്. പക്ഷേ ഈ സാധനം നമുക്ക് ഇത്രയും കാലം ഇങ്ങനെ വെള്ളത്തിൽ ഓടിയൊരു വണ്ടി നമ്മൾ റേഡിയേറ്റർ കൂളിൻ്റെ മാറ്റുമ്പോൾ ഈ സാധനം ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. റേഡിയേറ്റർ മൊത്തം ക്ലീനായി കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ആ റേഡിയേറ്റർ ഫ്ലഷ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചേക്കാം. കുറച്ച് പോയിട്ടുണ്ട്. അതെ, നമ്മളെന്തായാലും ഇത് മൊത്തത്തിൽ നമ്മൾ റേഡിയേറ്ററിലേക്ക് ഒഴിക്കുകയാണ്. നമ്മളൊരു കുറച്ച് നമ്മുടെ കുറച്ച് ഒരു 50 ml പോലും ഇല്ല, അത് നമ്മൾ നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, നമ്മുടെ റിസർവോയർ ടാങ്കിലേക്ക്. അപ്പോൾ ഇതും കൂടെ മൊത്തം ഒന്ന് ക്ലീനായി കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ബാക്കിയുള്ളത് മൊത്തം വെള്ളം വെച്ച് നിറയ്ക്കാൻ പോവാണ്. അതെ, ഇപ്പൊ ഈ ഒരു ഇതിന്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ എന്താ മാക്സോൾ അല്ലേ? മാക്സോൾ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വാങ്ങിച്ചത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇത് വെള്ളത്തിൽ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് റേഡിയേറ്ററിൽ നിറയ്ക്കാൻ പറ്റും. അത്രയും നമ്മൾ കുറച്ച് നമ്മുടെ ഈ റിസർവോയറിലും കൂടെ നമ്മൾ ഒഴിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ വണ്ടിയുടെ അത് മതി ചോദിച്ചാൽ ഇതിലേക്കും കൂടെ ഒന്ന് നിറച്ചോ. ഇതിനകത്ത് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ കണ്ട വെള്ളം കണ്ട ഇതിനകത്ത് തുള്ളിയിട്ട് പോയത് അങ്ങോട്ടേക്ക്. നമ്മുടെ റിസർവോയർ ടാങ്ക് കൂടെ നമ്മൾ നിറയ്ക്കുകയല്ല, ഒരു കുറച്ച് ഒഴിക്കുകയാണ്. അത് മതിയാവും ചോദിച്ചാൽ, അത് മതിയാവും. എന്നിട്ട് നമ്മൾ തിരിച്ച് അത് എല്ലാം വെച്ച് നമ്മൾ അടയ്ക്കുക. അതിനുശേഷം നമ്മുടെ റേഡിയേറ്റർ നമ്മൾ അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അതോടൊപ്പം എന്താണ് ചെയ്യുന്നത്? ഹീറ്റർ ഓൺ ആക്കിയിട്ട് നമ്മളൊരു 15 to 20 മിനിറ്റിനടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം വണ്ടി തണുക്കാൻ വെക്കും. തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഫ്ലഷിങ്ങിലേക്ക് കിടക്കുന്നത്. ഒരിക്കലും ചൂടോടെ വണ്ടിയുടെ റേഡിയേറ്റർ ടാങ്കോ അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യാനോ നോക്കരുത്. മുഖവും കൈയും കാലും എല്ലാം കരിഞ്ഞു പോയിട്ട് പിന്നെ നമ്മളോട് പറയരുത്. അതെ, ഭയങ്കര പ്രഷറായിരിക്കും. അതേപോലെ ഭയങ്കര ചൂടായിട്ടുള്ള സാധനമായിരിക്കും ഈ കൂളൻ്റ്. ആ സമയത്ത് വണ്ടി ചൂടായിരിക്കുമ്പോൾ അപ്പോൾ ഒരിക്കലും തുറക്കാനോ ഒന്നിനും നിൽക്കരുത്, നമുക്ക് തന്നെ അപകടമായിരിക്കും. വണ്ടി ഇതെല്ലാം ഇട്ടൊന്ന് ചൂട് ഇറങ്ങി തണുത്ത് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് തണുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ഫ്ലഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറ്റർ ഓൺ ആക്കിയിടാം. അപ്പോൾ ഹീറ്റർ കോയിൽ ഓൺ ആവും. അപ്പോൾ കുറച്ചും കൂടെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതല്ല, റേഡിയേറ്ററിന്റെ ഫാൻ ഓൺ ആയല്ല, ചൂടായിട്ടില്ല. ഇത് AC-യുടെ. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി ചൂടാവാൻ നേരത്തെ നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൽവ് ഓൺ ആവും. തെർമോസ്റ്റാറ്റ് വാൽവ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ എൻജിനിലേക്ക് ഈ കൂളന്റിനെ ഒരു പ്രത്യേക ചൂടെത്തുമ്പോഴാണ്, എൻജിനൊരു പ്രത്യേക ചൂടെത്തുമ്പോഴാണ് അത് തുറന്നിട്ട് കൂളൻ്റ് ഉള്ളിലേക്ക് എൻജിനിലേക്ക് കയറ്റി വിട്ടിട്ട് തണുപ്പിക്കും. തണുത്ത് കഴിയുമ്പോൾ വീണ്ടും അത് അടയും. അപ്പോൾ കൂളൻ്റ് കുറച്ച് അതിൻ്റെ അകത്ത് ഉണ്ടാവും, ബാക്കിയുള്ളത് ഇതിനകത്തിരിക്കും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൽവ് ഓൺ ആവും. അത് ഓൺ ആകുമ്പോഴായിരിക്കും മിക്കവാറും ഈ ഫാൻ ഓൺ ആവും തന്നെ. റേഡിയേറ്ററിൻ്റെ ഫാൻ അപ്പോഴായിരിക്കും ഓൺ ആവുന്നത്. എന്തായാലും നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ എന്നുള്ളത് കാണാം. അല്ലേ ചോദിച്ചാൽ എന്നാ? അപ്പോൾ നമ്മുടെ വണ്ടി ഫ്ലഷ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കൂളൻറ്റിൻ്റെ കാര്യം പറയാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വാൽവലിൻ്റെ കൂളൻ്റാണ്. ഇത് വരുന്ന 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അതേപോലെ 1:4 റേഷ്യോയിൽ വരുന്ന കൂളൻ്റാണ്. അപ്പോൾ ഈ 1:4 എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൻ്റെ ഡൈല്യൂട്ട് ഇൻ റേഷ്യോ ആണ്. അതായത് വെള്ളവും കൂളൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൽ 1:4 എന്ന് പറയുമ്പോൾ 1 ലിറ്റർ കൂളൻറ്റിന് 4, അതായത് 4 ലിറ്റർ വെള്ളം വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 5 ലിറ്റർ കൂളൻറ്റ് ഈ ഒരു ബോട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ ചിലത് 1:2 വരുന്നുണ്ട്, ചിലത് റെഡി ടു യൂസ് ഉള്ളതുണ്ട്. അതായത് അത് ഓൾറെഡി മിക്സ് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് ഒഴിക്കാൻ പറ്റുന്നത്. അത് ടോപ്പ് അപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. നമുക്ക് കോമൺലി ഇതാണ് ഏറ്റവും നല്ലത്. 1:4 ആണ്, 1:6 ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ 1:4 അല്ലെങ്കിൽ 1:2 എന്നൊക്കെ പറയുന്നത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് 1 ലിറ്റർ കൂളന്റിന് എത്ര ലിറ്റർ വെള്ളം വേണമെന്നുള്ള കണക്കാണ് വരുന്നത്. നമ്മൾ വാങ്ങിച്ചതിന് ഏതാണ്ട് 250 രൂപയ്ക്ക് അടുത്തേ ആയിട്ടുള്ളൂ. പക്ഷേ ഇതിൽ 350 എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ വാങ്ങിച്ചതിന് 250 രൂപ ആയിട്ടുള്ളൂ. കൂളന്റ് വാങ്ങുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഈ കൂളന്റിൽ ഉപയോഗിക്കുന്ന വെള്ളം നമുക്ക് ചില കൂളന്റുകൾക്ക് സ്പെസിഫിക് ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടർ അതായിരിക്കണം യൂസ് ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ ഈ വാൽവലിൻ്റെ ഈ കൂളന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാർഡ് വാട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിനറൽസ് കൂടി, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ടാപ്പ് വാട്ടർ, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന വെള്ളത്തിനകത്തും ഇത് മിക്സ് ചെയ്യാം, അത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ കൂളന്റ് നമ്മുടെ പ്രകൃതിക്ക് വലിയ ദോഷമില്ല എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് യൂസ് ചെയ്തിട്ട് ഇത് മാറ്റാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇത് കളയാൻ പറ്റും. പക്ഷെ അത് കളയണമെന്ന് ഞാൻ പറയത്തില്ല. ഇത് നമ്മൾ ഒരു സേഫ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്ന എവിടെയെങ്കിലും സ്ഥലത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വന്നല്ലോ. ചൂട് 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 ചൂടില്ലേ? നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. താഴെ നോക്കി കഴിഞ്ഞതാ വരുന്ന കാണാൻ പറ്റും. അതല്ല വെച്ച് ഇതൊക്കെ അതിന്റെ അകത്ത് നോക്കി എന്നാ സൂപ്പറായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്ത്. അവിടെ ആ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ട് അല്ലേ? ഓക്കെ, എന്നാലും കുഴപ്പമില്ല. നമ്മൾ 95% അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരു തുള്ളിയും കൂടെ ഉള്ളൂ ക്ലീൻ ആക്കാൻ നമ്മുടെ റിസർവോയർ ടാങ്ക്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഇതെടുത്തിട്ട് ഇതിലേക്ക് പിടിക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യിക്കുകയാണ്. വെള്ളം വരുന്നുണ്ട്, കറങ്ങി പിന്നെ കുറച്ച് പതിയാക്കും തന്നെ. അതെ, വന്നിട്ട് നോക്കൂ ചെളി. നമ്മള് 3ാമത്തെ ഫ്ലഷിംഗ് ആണ് കേട്ടോ. പൈപ്പിലെ വെള്ളം ക്ലിയർ ആയിട്ടില്ലല്ലോ. ക്ലിയർ ആയി വരുന്നുണ്ടോ? അത് ചെളി നോക്ക്, എന്റെ ദൈവം. അതിന്റെ അകത്ത് ഉണ്ടാവുന്ന ചെളി നമുക്ക് ബ്രഷിന്റെ ബ്രഷ് അല്ല, മറ്റേ സാധനം എടുത്തിട്ട് വരാം. അപ്പൊ നമ്മള് അതിന്റെ അകത്തേക്ക് ഇത് കേറാൻ സാധ്യതയില്ല, ഭയങ്കര തിക്കാണത്. തിരിച്ചിരിച്ച് കയറ്റി വെച്ചാ കണ്ടോ കേറി. അത് മതിയായിരിക്കും. ഓസ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാണ്. ചെറിയ ചെളി ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇതാണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമ്മള് കുറച്ച് വെള്ളം റേഡിയേറ്ററിൽ ഒഴിക്കണം തന്നെ. അതൊഴിക്കണം. നമ്മള് വെള്ളം വീണ്ടും ഒഴിച്ചുകൊണ്ടിരിക്കണം, സർക്കുലേറ്റ് ചെയ്ത് ഇരുന്നുണ്ട്. ചൂട് വെള്ളമാണ് വരുന്നത്. ക്ലിയർ ആണ് അല്ലെ? വെച്ച് ചെയ്ത് നോക്ക്. ഏതാണ്ട് പൈപ്പിന് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു 10 ലിറ്റർ ഒന്നും വേണ്ടി വരും നമ്മൾ വിചാരിച്ചല്ല. പക്ഷെ 10 ലിറ്ററിന്റെ കന്നാസ് മൊത്തം നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത ഡിസ്പോസ് ചെയ്യാൻ അടുത്ത വേറെ കന്നാസ് എടുക്കേണ്ടി വരും.
അപ്പോൾ നമ്മൾ ഹോസിൽ നിന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത റേഡിയേറ്ററിലേക്കാണ് പൈപ്പ് പിടിക്കുന്നത്. അതിനകത്ത് നിന്നുള്ള ചെളി മൊത്തം എടുക്കാൻ വേണ്ടി വെള്ളം വരുന്നുണ്ട്. ഇനി ക്ലിയർ ആണോ വെള്ളം? നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം തന്നെയാണ് വരുന്നത്. വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ. റേഡിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ഇത് സാധനം തന്നെ ക്ലീൻ ചെയ്ത് ആദ്യത്തെ ഫ്ലഷ് തന്നെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇതാ അടിയിൽ കിടന്ന ഇതിന്റെ അല്ലാതെ നമ്മളെ പാത്രത്തിനകത്തുള്ള അഴുക്കാണ് കാണുന്നത്. പക്ഷെ വെള്ളം ക്ലിയർ ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ ഹോസൊക്കെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് അനാബോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് നമ്മൾ തേച്ചിട്ട് വേണം ഈ റബ്ബർ ഹോസ് ഇതിലേക്ക് തിരിച്ചിടാൻ. ഇതിന്റെ ഗുണം എന്താ പറഞ്ഞാൽ ഇത് തേക്കുന്നതിലൂടെ സംഭവിക്കുന്ന ഇത് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടുള്ള സീല് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതെ, ഈ ഹോസും അതും തമ്മിൽ ഒരു ടൈറ്റ് സീൽ ഉണ്ടാകുന്ന ലീക്കൊന്നും വരരുത് ഈ കൂളന്റിൽ. അതുകൊണ്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാധനം തേക്കുന്നത്. അപ്പോൾ ഇത് മേലെ അതേപോലെ താഴത്തെ റേഡിയേറ്ററിന്റെ ഇൻടേക്ക് ഉള്ളിലോ അല്ല പുറത്തോട്ടേക്ക് വരുന്ന ആ റേഡിയേറ്ററിലേക്ക് വരുന്ന താഴെയുള്ള ആ പൈപ്പിനും അതേപോലെ ഈ ഇൻടേക്ക് ഉള്ളിലോട്ടേക്ക് വിടുന്ന ഈ ഹോസിലും നമ്മൾ അനാബോണ്ട് തേക്കുന്നുണ്ട്. അനാബോണ്ട് റെഡ് അല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലഷ് ചെയ്തതിന് ശേഷം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചതാണ് ഓരോ വട്ടം ഫ്ലഷ് ചെയ്തപ്പോൾ. അപ്പോൾ ഈ കാണുന്നതാണ് ആദ്യം നമ്മൾ ഒന്നും ഒഴിക്കാണ്ട് ഡയറക്റ്റ് വണ്ടിയിൽ ഉണ്ടായിരുന്ന ആ കൂളൻ്റ് എടുത്തു കളഞ്ഞപ്പോൾ കണ്ടതാണിത്. അതിൽ നിന്ന് പിന്നെ നമ്മൾ റേഡിയേറ്റർ ഫ്ലഷ് യൂസ് ചെയ്തിട്ട് കുറച്ച് നേരം വണ്ടി ചൂടാക്കി വെച്ച് എല്ലാം കഴിഞ്ഞ് ഫ്ലഷ് ചെയ്തപ്പോൾ കിട്ടിയതാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളുടെ വ്യത്യാസം മനസ്സിലായതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ചെളി വണ്ടിയൊക്കെ അകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ എടുത്തതാണ് ഇതായത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ചെളി ബാക്കിയുള്ള കുറച്ച് ചെളിയും കൂടെ ഇറങ്ങി വന്നായിരുന്നു. അത് കഴിഞ്ഞ് 4ാമത്തെ വട്ടം ചെയ്തപ്പോഴത്തേക്ക് ഇതാണ്ട് നമുക്ക് പ്യുവർ വെള്ളമായിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം റേഡിയേറ്റർ മൊത്തം ക്ലീൻ ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് കൂളൻ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് റേഡിയേറ്ററിലേക്ക് ഒഴിക്കാം. അയ്യോ, ഒരു ലിറ്റർ കൂളൻ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 4 ലിറ്റർ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കണക്കാക്കി തന്നെ നമ്മൾ ഇതാക്കുന്നത്. ബോട്ടിൽ മാർക്കിംഗ് ഉണ്ട്. ടോട്ടൽ 5 ലിറ്റർ ഉണ്ടാവില്ല. 5 ലിറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഇതാക്കി വെക്കുകയും ചെയ്യാം. ഇതിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. എന്തെങ്കിലും കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യണമെങ്കിൽ. അത് നമുക്ക് മാനുവൽ നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കൂളൻറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വണ്ടിയിലേക്ക് ഒഴിക്കാം. ബാക്കി വരുന്ന കൂളൻ്റ് നമ്മൾ നമ്മുടെ ആ കൂളൻറ്റിൻ്റെ ആ ഇതിൽ തന്നെ സൂക്ഷിച്ച് വെക്കുകയാണ്. കാരണം നമുക്ക് ഇനി വല്ല ടോപ്പപ്പ് ചെയ്യണമെങ്കിൽ അതിനിത് ഉപകരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാപ്പ് ഇട്ട് അങ്ങ് അടച്ചേക്കാം. എസ്റ്റീമിൻ്റെ കേസിലാണെങ്കിൽ 4.5 ലിറ്റർ കൂളൻ്റാണ് മൊത്തത്തിൽ അത് എടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മൊത്തം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ 5 ലിറ്റർ കൂളൻ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതാണ്ട് ഇതേപോലെ ഈ കൂളൻ്റ് വന്ന ഈ കേസിനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളക്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കാം. അത് കൊണ്ട് നമുക്ക് എന്താ പറയുക 1 കൊല്ലം വരെ നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴേലും കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ടോപ്പപ്പ് ചെയ്യാവുന്നതാണ്. എന്തായാലും
ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നെ? ലീക്കൊന്നും ആ പൊന്നെ എല്ലാം ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ റേഡിയേറ്റർ കൂളിൻ്റെ മരുന്നായിരുന്നു നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കുറച്ച് വൈകി തുടങ്ങിയതുകൊണ്ടാണ് ഇന്ന് രാവിലത്തേക്ക് വേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ആ വണ്ടി ഓണാക്കി ഇടുന്ന ഒരു കേസ് വന്നതുകൊണ്ടാണ് അത്രയും സമയം പോയത്. അല്ലെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറും കൊണ്ട് തന്നെ വന്നാൽ മൊത്തം നമ്മുടെ പഴയ കൂളൻ്റ് മാറ്റി ഫ്ലഷ് ചെയ്ത് ഫ്ലഷ് ചെയ്തുകൊണ്ടാണ് സമയം വൈകിപ്പോയത്. അതെ, അതാണ് മെയിൻ പ്രശ്നം വന്നത്. അത് അത്ര വരില്ലായിരുന്നു. നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഓണാക്കിയിട്ടത് കൊണ്ടാണ് പറ്റിയത്. അത് വണ്ടി എടുത്ത് ഓടിച്ച് പോയായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ആ തെർമോസ്റ്റാറ്റ് ഓൺ ആയേനെ. അതിനു വേണ്ടിയാണ് നമ്മൾ സമയം കളഞ്ഞത്. എന്തായാലും കാര്യങ്ങളെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്, സംഭവം സെറ്റായിട്ടുണ്ട്. എന്തായാലും ഇതേപോലെ അടുത്ത വണ്ടികൾ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.